ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ്. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ക്യാരറ്റ് തോലൊക്കെ ചീകിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പുമാണ്. ഞാനിപ്പോൾ 8 ബദാമും 8 അണ്ടിപ്പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് പാലാണ്. ഇത് നന്നായിട്ട് കാച്ചിയ പാലാണ്. കാച്ചിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു കുക്കറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ക്യാരറ്റിന്റെ പച്ചമണം മാറാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനൊന്ന് വേവിക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നേരം ആറാനായിട്ട് വെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച ക്യാരറ്റിനെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാ ക്യാരറ്റും ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോലെടുത്ത് വെച്ചിരിക്കുന്ന ബാദാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. അപ്പം ആദ്യം ഇതിനെ മാത്രം ഒന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ച പാലാണ്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബാദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് അരയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മധുരം കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ നീ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.